ഈശോ സ്നേഹിക്കുന്നവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ ആരോട് പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ചോദ്യോത്തരങ്ങൾ കാണുകയാണ്. കൂടുതലുണ്ട്, എന്നാലും ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചെണ്ണം എടുത്തിട്ടുള്ളൂ. സാധിക്കുന്നവർക്ക് വീഡിയോ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. യേശു പറഞ്ഞത് 12 പേരോടുമായിട്ട് യേശു പറയുന്നതായിട്ടാണ് ലൂക്ക 9:3. യേശു 12 പേരോടും. നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. ലൂക്ക 9:12 ഇക്കാര്യം പറയുന്നത് 12 പേരും യേശുവിനോട്. 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. ലൂക്ക 9:14 യേശു ശിഷ്യന്മാരോടാണ് പറയുന്നത്. ചോദ്യം 4. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ലൂക്ക 9:23 യേശു എല്ലാവരോടുമായി. ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. ലൂക്ക 9:33 പത്രോസ് യേശുവിനോട്. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. 9:44 യേശു ശിഷ്യരോടാണ് പറയുന്നത്. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? 9:54 ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനോടാണ് പറയുന്നത്. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ആരോട് പറഞ്ഞു? ലൂക്ക 9:57 ഒരുവൻ യേശുവിനോട്. എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാൽ. കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്നാണ് നമ്മുടെ ചോദ്യം. ലൂക്ക 9:59 വേറൊരുവൻ യേശുവിനോടാണ് ഇത് പറയുന്നത്. അതിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. നമുക്ക് ആ ഭാവം ഒന്ന് ശ്രദ്ധിക്കാം. എന്തായാലും അവിടെ പറയുന്നവർ ആരൊക്കെയാണെന്നൊന്ന് നോക്കി വെച്ചേക്കുക. ഞാൻ എഡിറ്റ് ചെയ്ത PDF തീർച്ചയായും ഗ്രൂപ്പിൽ നൽകുന്നതാണ്. കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിനു വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ലൂക്ക 10:2 ചോദ്യമാണ്. യേശു 72 പേരോടും പറഞ്ഞതാണിത്. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ലൂക്ക 10:25 ആരോടാണ് ചോദിക്കുന്നത്? ഒരു നിയമജ്ഞൻ യേശുവിനോടാണ് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് 9:59 ഒന്ന് ശ്രദ്ധിക്കാം. എന്നെ അനുഗമിക്കുക എന്ന് യേശു ആരോടാണ് പറയുന്നത്? അവിടെ യേശു വേറൊരുവനോടാണ് പറഞ്ഞത്. കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറയുന്നത് ആരാണ്? വേറൊരുവൻ. ഈ യേശു ചോദിച്ച വേറൊരുവൻ യേശുവിനോടാണ് പറയുന്നത്. അതാണ് നമ്മുടെ ആ ഭാഗത്തുനിന്ന് ഉള്ള കാര്യം. അത് 2 ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഗുരു, നിത്യജീവൻ ചോദിച്ചു. ആരാണ് എൻ്റെ അയൽക്കാരൻ? ഒരു നിയമജ്ഞൻ യേശുവിനോട്. ഇതേ നിയമജ്ഞൻ തന്നെയാണ് ചോദിക്കുന്നത്. കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. ആരോട് പറഞ്ഞു? ലൂക്ക 10:40 മർത്ത യേശുവിനോട്. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ആരോടാണ് പറഞ്ഞത്? കർത്താവ് മർത്തായോട്. കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ലൂക്ക 11:1 പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച്. ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനോടാണ്. ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 11:39 യേശു ആരോടാണ് പറയുന്നത്? യേശു തന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ച ഫരിസേയനോടാണ് ഇത് പറയുന്നത്. ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരോടാണ് പറഞ്ഞത്? യേശു ശിഷ്യരോട്. ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനോട്. 19 അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്ന് ജീവനെപ്പറ്റിയോ എന്തു ധരിക്കുമെന്ന് ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. ആരോടാണ് പറഞ്ഞത്? 12:22 യേശു ശിഷ്യരോട്. പടിഞ്ഞാറ് മേഘമുയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. ആരോടാണ് പറഞ്ഞത്? 12:54 യേശു ജനക്കൂട്ടത്തോട്. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങൾ ഉണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. സാബത്ത് ദിവസം പാടില്ല. ആരോടാണ് പറഞ്ഞത്? സിനഗോഗ് അധികാരി ജനങ്ങളോട്. കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ആരാണിത് യേശുവിനോട് ചോദിച്ചത്? ഒരുവൻ. നമുക്ക് യേശു ആരോട് ചോദിച്ചു എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ യേശുവിനോട് ചോദിച്ചെന്നോ, അല്ലെങ്കിൽ ആരോട് പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ എവിടെ ഉള്ളപ്പോഴാണ് പറഞ്ഞതെന്ന് വരാം, സാഹചര്യം വരാം, ഏത് ഭാഗത്താണെന്ന് വരാം, അങ്ങനെ പല രീതിയിൽ വരാം.
ഇവിടെ നിന്ന് പോവുക, ഈ ഹെറോദസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. ആരാണ് പറഞ്ഞത്? ചില ഫരിസേയർ യേശുവിനോട്. സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? ആരോടാണ് ചോദിച്ചത്? യേശു നിയമജ്ഞരോടും ഫരിസേയരോടും. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. ആരോട് പറഞ്ഞു? യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ യേശുവിനോട്. സാഹചര്യവും സംഭവമെല്ലാം ശ്രദ്ധിക്കുക. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. യേശു ആരോടാണ് ഇത് പറയുന്നത്? വലിയ ജനക്കൂട്ടങ്ങളോടാണ്. ഒരു ധനവാൻ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന ആ ഒരു ഉപമ യേശു ആരോടാണ് പറയുന്നത്? ശിഷ്യരോട്. കർത്താവ് ഇനി ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? ആരോടാണ് പറഞ്ഞത്? പത്രോസ് പറഞ്ഞതാണിത്. യേശുവിനോട് പറഞ്ഞു എന്ന് അവിടെ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ പത്രോസ് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചെന്ന രീതിയിലാണ് അവിടെ വരുന്നത്. നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് ഈ ഒരു കാര്യം ആരോടാണ് പറഞ്ഞത്? അത് അവൻ അവരോട്, യേശു അവരോട് പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ളവരാരാന്നുള്ള ആ സാഹചര്യം ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അവൻ അവരോട് എന്നുള്ളതാണ് അവിടുത്തെ പ്രയോഗം. ഓക്കെ. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. ആരോട് പറഞ്ഞു? ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു മറുപടിയായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല, എന്നാൽ പോലും ഒരു 30 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൂക്ക പറയുന്ന, ഈശോയിൽ പറയുന്ന 11-ാം അധ്യായം 27 പറയുന്ന ഭാഗത്ത് ഈശോ മറുപടിയായിട്ട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അവൻ പറഞ്ഞു എന്നാണ് 28-ാം വാക്യത്തിൽ പറയുന്നത്. മറുപടി പറയുന്നതായിട്ടുള്ള രീതിയിലൊന്നും അവിടെ പറയുന്നില്ല. എന്നാൽ ആ രീതിയിലാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. ചില സ്ഥലത്ത് ആരോട് പറഞ്ഞു എന്ന് പറയുന്നില്ല, എന്നാൽ സന്ദർഭം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മിസ്സായി പോവും, സംശയത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് നമ്മളങ്ങനെ പറയുന്നില്ല. പ്രത്യേകിച്ച് ന്യായാധിപന്മാരിലൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.